ഹലോ, ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ദിവസം ഡിജിക്സ്ട്രാസിന്റെ ഒരു പ്രോബ്ലം ഞാൻ പകുതി പറഞ്ഞു വെച്ചിരുന്നു. ഇത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നുണ്ടോ? നിങ്ങളത് ചെയ്ത് നോക്കുന്നുണ്ട്? ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അൽഗോരിതം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഡിജിക്സ്ട്രാസും ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ഫ്ലോയിഡും ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിജിക്സ്ട്രാസ് അൽഗോരിതം ഉപയോഗിച്ച് ഡിസ്റ്റൻസ് കാണാനുള്ള പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ അത് നോക്കി പോവുക കേട്ടോ. എക്സ്ട്രാ പ്രോബ്ലംസ് വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാം. ഇപ്പൊ നോട്ടിലുള്ളതൊക്കെ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം എക്സ്ട്രാ പ്രോബ്ലംസ് ചെയ്യാൻ ടൈം കിട്ടിയാൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തത് നമ്മളിപ്പോ തേർഡ് മൊഡ്യൂളിന്റെ അവസാന ഭാഗമാണ്. ഡിസ്റ്റൻസ് കാണാനായിട്ടുള്ള 2 അൽഗോരിതമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് രണ്ടാമത്തെ അൽഗോരിതം ഫ്ലോയിഡ് വോർഷാൽ അൽഗോരിതം ആണെന്ന് പറയാം. ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം വൺ വെർട്ടെക്സ് ടു അനദർ or distance from one vertex vi to vj. ഏതൊരു ഡയറക്റ്റഡ് ഗ്രാഫിന്റെയും ഓർ അൺഡയറക്റ്റഡ് ഗ്രാഫിന്റെയും ഒരു വെർട്ടെക്സിൽ നിന്ന് മറ്റൊരു വെർട്ടെക്സിലേക്ക് കാണുന്ന ഷോർട്ടസ്റ്റ് പാത്തിനെയാണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് വെർട്ടിസസും ഒരുപാട് എഡ്ജസ് ഉള്ളതിലും ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ടാകും അല്ലെ. ഒരു ഗ്രാഫ് ആകുമ്പോൾ മോർ ദാൻ പാത്സ് ഉണ്ടാകും. നമ്മുടെ ട്രീ ആണെങ്കിൽ മാത്രമാണ് ഒരു 2 വെർട്ടിസസിന് ഇടയിലായിട്ട് യുണീക്ക് ആയിട്ടൊരു പാത്ത് ഉണ്ടാവുള്ളൂ. ഇൻ ദ കേസ് ഓഫ് ട്രീയിലാണ് യുണീക്ക് പാത്ത് ഉണ്ടാവുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗ്രാഫിൽ മോർ ദാൻ 1 പാത്സ് അവിടെ ഉണ്ടായേക്കാം. അപ്പൊ അത്തരത്തിലുള്ളൊരു ഗ്രാഫിൽ നിന്ന് നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണെന്ന്, എല്ലാ വെർട്ടിസസിന്റെയും ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതിനാണ് ഈ 2 അൽഗോരിതംസ് നമ്മൾ പഠിക്കുന്നത്. വൺ ഈസ് ഡിജിക്സ്ട്രാസ് ആൻഡ് ദ അതർ വൺ ഈസ് ഫ്ലോയിഡ് വോർഷാൽ അൽഗോരിതം. ഓക്കെ, 2 അൽഗോരിതത്തിനും 2 ഫോർമുലാസ് ഉള്ളൂ. അതിന്റെ അൽഗോരിതമിക് പ്രൊസീജിയർ ആണ്. ആ 2 പ്രൊസീജിയേഴ്സ് അറിഞ്ഞിരുന്നാൽ വളരെ ഈസി ആയിട്ട് ആ പ്രോബ്ലം നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഫ്ലോയിഡ് വോർഷാൽ അൽഗോരിതത്തിന്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റെപ്സിലേക്ക് പോവാണ്. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാണ്. മെട്രിക്സിനെ ഡിസ്റ്റൻസ് മെട്രിക്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, and also first matrix is denoted by D0 is also a distant matrix and it is also known as initial matrix. Okay, from the weighted graphൽ നിന്നാണ് നമ്മൾ ഇനീഷ്യൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പൊ അൽഗോരിതത്തിന് പ്രൊസീജിയർ ഉണ്ട്. വെർട്ടെക്സുകളുടെ വെർട്ടിസസ് വി ഐ ഈക്വൽ ടു വി ജെ, അതായത് സെയിം എലമെന്റ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ സെയിം നമ്പർ ആണെങ്കിൽ, അതായത് V1ൽ നിന്ന് V1ലേക്കുള്ള ഒരു എഡ്ജ് ആണെങ്കിൽ നമുക്ക് അവിടെ 0 കൊടുക്കാം. V2വിൽ നിന്ന് V2വിലേക്കാണെങ്കിലും 0 കൊടുക്കാം. ദാറ്റ് ഈസ് Vi ഇസ് ഈക്വൽ ടു Vj ആണെങ്കിൽ മെട്രിക്സിന് നമുക്ക് എൻട്രിക്ക് 0 കൊടുക്കാം. ഓക്കെ, സോ ദ മെട്രിക്സ് ഇസ് ഡിനോട്ടഡ് ബൈ Dij, where Dij can be represented as if I equal to j, we can put 0. If otherwise, put weight of that edge. Okay, ഇനി weight ഇല്ല എങ്കിൽ put infinity. Okay, I not equal to j ആയിട്ടുള്ള കേസിൽ ഒരു വെർട്ടെക്സിൽ നിന്ന് മറ്റൊരു വെർട്ടെക്സിലേക്കുള്ള എഡ്ജിന്റെ വെയിറ്റ് ആയിരിക്കണം മാർക്ക് ചെയ്യേണ്ടത്. ഇനി എഡ്ജസ് ഇല്ലെങ്കിൽ ആ മെട്രിക്സിന്റെ എൻട്രി ഇൻഫിനിറ്റി കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ഇനീഷ്യൽ മെട്രിക്സ്. ഒന്നോടെ പറയാം, ഇനീഷ്യൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് മെട്രിക്സ് ആണ്. അതിനകത്ത് സെയിം എലമെന്റ്സ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡയഗണൽ എലമെന്റ്സ് എന്ന് വിളിക്കാം കേട്ടോ. ഡയഗണൽ എലമെന്റ്സ് 0യും എഡ്ജ് ഉള്ളതിന് എഡ്ജിന്റെ വെയിറ്റും എഡ്ജ് ഇല്ലാത്തതിന് ഇൻഫിനിറ്റിയും മാർക്ക് ചെയ്ത് T0 എന്നൊരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക, ഡിസ്റ്റൻസ് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക. ഇനി നമ്മൾ ഐറ്ററേഷൻസിലേക്ക് പോവാണ്. ഫ്ലോയിഡ് വോർഷാലിന്റെ ഐറ്ററേഷൻ എന്ന് പറയുന്നത് എത്ര വെർട്ടിസസ് ഉണ്ടോ അത്രയും ഐറ്ററേഷൻസ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, n വെർട്ടിക്സ് ഉണ്ടെങ്കിൽ n ഐറ്ററേഷൻസ് അവിടെ ഉണ്ടായിരിക്കണം. ഐറ്ററേഷൻ നമ്പർ n ആയിരിക്കും നമ്മുടെ ഫൈനൽ മെട്രിക്സ്. ആ മെട്രിക്സിലെ സൊല്യൂഷൻ ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മളുടെ ഫൈനൽ ഡിസ്റ്റൻസ്
ഒരു വെർട്ടെക്സിൽ നിന്ന് മറ്റൊരു വെർട്ടെക്സിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് DN എന്ന ഡിസ്റ്റൻസ് മെട്രിക്സിൽ നിന്ന് കിട്ടും. ഇനി നമുക്കിപ്പോ ഓരോ മെട്രിക്സിനെ കൺസ്ട്രക്ട് ചെയ്യണം. അതായത് D0 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ D1, D2 എക്സെട്ര DN വരെ കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ റാൻഡംലി K എന്നുള്ളൊരു ഈ K എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതായത് D1, D2 എക്സെട്ര DN വരെയുള്ള എല്ലാത്തിനും ഈ സെയിം ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. DK കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല മിനിമം ഓഫ് DK minus 1 IJ, DK minus 1 IK. ഈ K എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ഇവിടെ Kയുടെ വാല്യൂ എടുത്തിരിക്കുന്നത്, 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2, N ആണെങ്കിൽ N, അതിനെ നമ്മൾ ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് വാല്യൂ എന്നാണ് വിളിക്കുക. പ്ലസ് DK minus 1 KJ. ഇതിലെ മിനിമം വാല്യൂ ആയിരിക്കും നമ്മളുടെ DK അപ്ഡേറ്റഡ് മെട്രിക്സിന്റെ വാല്യൂസ്. അങ്ങനെ ഈ പ്രൊസീജിയർ N മെട്രിക്സ് വരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് ഫൈനൽ മെട്രിക്സ് എന്താണോ കിട്ടുന്നത് ആ മെട്രിക്സ് ആയിരിക്കും ഫ്ലോയിഡ് വാർഷൽ അൽഗോരിതം ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ അവസാനത്തെ, അതായത് ഫൈനൽ ഡിസ്റ്റൻസ് മെട്രിക്സ്. അതാണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ പ്രൊസീജിയർ നമ്മൾ ഇതിലെ പ്രൊസീജിയറിലാകെ ഈ ഒരു ഫോർമുല മാത്രം പഠിച്ചു വയ്ക്കുക. ഈ ഫോർമുല ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് ഓർമ്മയൊന്നും വരില്ല. പക്ഷെ നമ്മൾ പ്രോബ്ലത്തിലേക്ക് ചെയ്യുമ്പോൾ അത് കമ്പാരിസൺ ചെയ്യുന്നത് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യമത്തെ സ്റ്റെപ്പ് ഇനീഷ്യൽ മെട്രിക്സ് ആണെന്നുള്ളത് ഓർക്കുക. വെർട്ടെക്സ് എത്ര എണ്ണം ഉണ്ടോ അത്ര ഐറ്ററേഷൻസ് ഉണ്ടെന്ന് ഓർക്കുക. 4 വെർട്ടെക്സ് ആണെങ്കിൽ K = 4 എന്ന ഐറ്ററേഷനിലുള്ള കിട്ടുന്ന ഡിസ്റ്റൻസ് മെട്രിക്സ് അല്ലെങ്കിൽ D4 ആയിരിക്കും അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്നുള്ളതും ഓർത്ത് വെക്കാം. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് കിട്ടുന്നില്ലെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കി പോവുക. ഫ്ലോയിഡ് വാർഷൽ അൽഗോരിതം find the shortest distance between the vertices V1 and V3. അപ്പോൾ ഫോളോയിങ് ഗ്രാഫ് വയ്ക്കാം. V1 ഉം V2 V3 V4. V1 നിന്ന് V3യിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എഡ്ജസ് ഡയറക്റ്റഡ് ഗ്രാഫ് ആണ്, അപ്പൊ ഡയറക്ഷൻ ഉള്ള എഡ്ജസ് ആണ്. വെയിറ്റ് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം. വെയിറ്റ് 4 1 3 2 4 8 7 1. ഓക്കെ, അപ്പൊ ഇതാണ് മെട്രിക്സ്, ഇതാണ് ഗ്രാഫ്, ഡയറക്റ്റഡ് ഗ്രാഫ്. നമുക്ക് ഇതിൽ നിന്ന് ഫ്ലോയിഡ് വാർഷൽ അപ്ലൈ ചെയ്ത് എങ്ങനെയാണ് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം V1 to V3 എന്ന ക്വസ്റ്റ്യനിൽ നോക്കാം. V1 നിന്ന് V3യിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആദ്യമേ തന്നെ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ ആദ്യം വേണ്ടത് ഇനീഷ്യൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ സൊല്യൂഷൻ എന്താ, മെട്രിക്സ് നമുക്ക് വേണം. അപ്പം മെട്രിക്സ് കാണുന്ന ഭാഗത്തിൽ നമുക്ക് D0 ഇനീഷ്യൽ മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക with respect to the vertices. So vertices V1 V2 V3. അപ്പൊ V1 V2 V3 V4 വെർട്ടെക്സിന്റെ എണ്ണം റോസ് ആയിട്ടും കോളംസ് ആയിട്ടും മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് എൻട്രീസ് നോക്കിയിട്ട് ഇതിന്റെ എലമെന്റ്സിനെ അപ്ഡേറ്റ് ചെയ്യാം. നമുക്കറിയാം ഇനീഷ്യൽ മെട്രിക്സ് ബൈ ദ അൽഗോരിതം നിങ്ങൾക്കറിയാം. നോക്കൂ, I = J ആണെങ്കിൽ പുട്ട് 0. ഓക്കെ, ഇനി എഡ്ജ് വെയിറ്റ് എന്താണ്, അതായത് VI ≠ VJ ആണെങ്കിൽ എഡ്ജിന്റെ വെയിറ്റ്. ഇനി അങ്ങനെ ഒരു എഡ്ജ് ഇല്ലെങ്കിൽ ഇൻഫിനിറ്റി മാർക്ക് ചെയ്യുക. I = J എന്ന് പറയുന്നത് ലൂപ്പ് ആണ്. V1 V1 V2 V2 V3 V3 V4 V4.
അതാണ് സെയിം വരുന്നത്. ഐ ഈക്വൽ ടു ജെ. കണ്ടോ, ഐ ജെ, ഇത് ഐ ജെ, ഇവിടെ ഐ ജെ. അപ്പൊ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താ, ഈ ഒരു പൊസിഷനിൽ വരുന്നതാണ് ഡയഗണൽ എലമെന്റ്സ്. ഈ ഒരു പൊസിഷൻ ആയിരിക്കും ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പൊ ഡയഗണൽ എലമെന്റ്സിന് നിങ്ങൾ അത് കിട്ടുമ്പോൾ തന്നെ 0 അങ്ങ് കൊടുത്ത് സെറ്റ് ചെയ്തേക്കാം. 0 0 v3 v3 0 v4 v4 0. അപ്പൊ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0. ഇനി നമുക്ക് ഇനി ഗ്രാഫ് നോക്കിയിട്ട് വേണം ഇനി എഴുതാൻ. വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് കൊടുക്കാം. v1 നിന്ന് v2ലേക്ക് നോക്കൂ. v1 നിന്ന് v2ലേക്ക് എഡ്ജ് ഉണ്ട്, എഡ്ജിന് വെയിറ്റും ഉണ്ട്, ദാറ്റ് ഇസ് 3. v1 നിന്ന് v3ലേക്ക് അതുപോലെ തന്നെ എഡ്ജ് ഉണ്ട്, ദാറ്റ് ഇസ് 8. v1 നിന്ന് v4ലേക്ക് എഡ്ജ് ഉണ്ട്, ദാറ്റ് ഇസ് 7. v1 നിന്ന് പിന്നെ കഴിഞ്ഞു v4 വരെ. അടുത്തത് v2 ടു v1. v2ൽ നിന്ന് v1ലേക്ക് എഡ്ജ് ഒന്നുമില്ല. എഡ്ജ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് മാർക്ക് ചെയ്യണം? പുട്ട് ഇൻഫിനിറ്റി. ഓക്കെ, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇഫ് ദർ ഈസ് നോ എഡ്ജ് എക്സിസ്റ്റ്, പുട്ട് ഇൻഫിനിറ്റി. v2 ടു v2, ദാറ്റ് ഇസ് എ ലൂപ്പ്, പുട്ട് 0. ഇനി v2ൽ നിന്ന് v3യിലേക്ക് എഡ്ജ് ഉണ്ടോ? v3യിൽ നിന്ന് v2യിലേക്ക് ഉണ്ട്, പക്ഷെ v2ൽ നിന്ന് v3യിലേക്ക് ഇല്ലാത്തത് കൊണ്ട് ഇൻഫിനിറ്റി. v2ൽ നിന്ന് v4, ദാറ്റ് ഇസ് 2. ഇനി അതുപോലെ തന്നെ ബാക്കിയല്ല. v3യിൽ നിന്ന് v1 ഇൻഫിനിറ്റി, v3യിൽ നിന്ന് v2, ദാറ്റ് ഇസ് എഡ്ജ് വെയിറ്റ് 4. ഓക്കെ, v3 ടു v3 നമ്മളിവിടെ 0 ഓൾറെഡി മാർക്ക് ചെയ്തു. അത് കുറച്ചുകൂടി ഒന്ന് കറക്റ്റ് പൊസിഷനിൽ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ദാറ്റ് ഇസ് 0. ഇനി v3 ടു v4, v3 ടു v4 എഡ്ജ് ഇല്ല, ഇൻഫിനിറ്റി. ഇനി v4 ടു v1 നിങ്ങൾക്ക് കാണാം, ഗ്രാഫ് കാണാം, അപ്പൊ അതിന്റെ ഡയറക്ഷൻ ഇല്ല, ദാറ്റ്ഫോർ ഇൻഫിനിറ്റി. v4 ടു v2 എഡ്ജ് ഇല്ല, ഇൻഫിനിറ്റി. v4 ടു v3 ഇതാ ഒരു എഡ്ജ് ഉണ്ട്, അതിന് 1 എന്ന് കൊടുക്കാം. v4 ടു v4 ലോപ്പ് ആണ്, സോ ദാറ്റ് ഇസ് 0. അപ്പൊ അതൊന്ന് കറക്റ്റ് പൊസിഷനിലേക്ക് എഴുതാം. ഇതാണ് ഇനീഷ്യൽ മെട്രിക്സ്, ഇനീഷ്യൽ ഡിസ്റ്റൻസ് മെട്രിക്. d0 എന്നാണ് ഈ മെട്രിക്സിന് വിളിക്കുക. അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ d0 കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമുക്ക് നോക്കാം ഐറ്ററേഷൻസ് എത്രയുണ്ട് നോക്കാം. ഐറ്ററേഷൻസ് നോക്കുന്നത് നമ്മുടെ വെർട്ടെക്സുകളുടെ എണ്ണം അനുസരിച്ചാണ്. ഇവിടെ 4 വെർട്ടെക്സ് ആണുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ 4 ഐറ്ററേഷൻസ് കാണും. 4 ഡിസ്റ്റൻസ് മെട്രിക്സോട് കൂടി നമുക്ക് കിട്ടും. d1 d2 d3 d4. അപ്പൊ d0യിൽ നിന്നാണ് d1 വരിക, d1ൽ നിന്ന് d2യിലേക്ക് എത്തും, d2ൽ നിന്ന് d3യിലേക്ക് വരും, d3യിൽ നിന്ന് d4യിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, അപ്പൊ അടുത്തത് we have to find distance matrix d1 with the vertex v1 അല്ലെങ്കിൽ k equal to 1 അല്ലെങ്കിൽ iteration 1. ഓക്കെ, അപ്പൊ d1ലേക്ക് വരുന്നതിന് മുമ്പുള്ള കുറച്ച് കണ്ടീഷൻസും ഈ ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്ത് നമ്മൾ എലമെന്റ്സിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ d0യിലുള്ള എലമെന്റ്സ് d1ൽ വരുമ്പോൾ ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ അത് ഏത് റൂള് വെച്ചിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനുള്ള അൽഗോരിതമാണ് അല്ലെങ്കിൽ പ്രൊസീജിയർ ആണ് ഈ കിടക്കുന്നത്. ഓക്കെ, dk is equal to minimum of dk minus 1 ij comma dk minus 1 ik plus dk minus 1 kj. Okay, അപ്പോൾ most of the case d not always same as d1. അവിടെ ഒരു എല്ലാ എൻട്രീസും d0 പോലെ തന്നെയാണ് d1ൽ വരിക. But there is no improvement in all entries in d1. So we substitute these values in d1. Okay, അപ്പോൾ നമുക്ക് ഇവിടെ മോസ്റ്റ് ഓഫ് ദ കേസ്, ഇപ്പോൾ ചില കേസസിൽ ചേഞ്ചസ് വരാറുണ്ട്. അപ്പൊ ചേഞ്ചസ് വരുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണേന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ d2 ഞാൻ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാനിവിടെ d0യും ഒരു ചേഞ്ചും ഇല്ല. ഞാനിപ്പോ ബുക്കിൽ അതിന്റെ റൂൾ ചെയ്ത് വെച്ചിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഞാൻ അതിന് ഒരു എലമെന്റ്സ് വരെ ചേഞ്ച് ആകുന്നില്ല. അതുകൊണ്ട് ഈ സെയിം മെട്രിക്സ് തന്നെ ഞാൻ ഇവിടെ എഴുതാണ്. d1 ഈസ് സെയിം ആസ് d0. സോ v1
V2 ഇതുപോലെ തന്നെ 4 വെർട്ടെക്സ് വേണം. ഓക്കെ, അപ്പൊ ഇവിടെ B0ക്ക് നമ്മൾ അൽഗോരിതം യൂസ് ചെയ്തതിന് ശേഷമാണ് ഇത് എഴുതുന്നത്. ഒരു ചേഞ്ചസും ഇല്ലാത്തത് കൊണ്ട് നമ്മളിത് സെയിം മെട്രിക്സ് തന്നെ എഴുതുന്നു. K is equal to 1 iteration എന്ന് കൊടുത്തേക്കാം. എന്നിട്ട് ഇവിടെ V1 K is equal to 1 ആയതുകൊണ്ട് V1 as the intermediate vertex എന്നും ഈ സ്റ്റെപ്പിൽ മെൻഷൻ ചെയ്തേക്കാം. ഫസ്റ്റ് ഐറ്ററേഷൻ ഉപയോഗിച്ച് B1 എന്നുള്ള മെട്രിക്സ് കിട്ടി. ദാറ്റ് ഈസ് സെയിം ആസ് E0. ഒരു എൻട്രീസിലും ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ആ സെയിം എലമെന്റിനെ ഞാനിവിടെ എഴുതുന്നു. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. D0 is same as D1. 0, 3, 8, 7, infinity 0, infinity 2, infinity 4, 0, infinity, 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 1, 0. ഓക്കെ, അപ്പൊ ഐറ്ററേഷൻസ് ഉപയോഗിച്ചത് ഈ സ്റ്റെപ്പിൽ പറയുന്നില്ല. അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്തത് നമുക്ക് വേണ്ടത് D2 ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് K equal to 2. ഐറ്ററേഷൻ K is equal to 2. K2 ആയതുകൊണ്ട് we take V2 as the intermediate vertex. V2 ആണ് ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് ആയിട്ട് വരുന്നത്. സോ D2 എഴുതാം. D2 എഴുതുമ്പോൾ ഇതുപോലെ തന്നെ V1, V2, V3, V4, അതുപോലെ തന്നെ താഴത്തേക്ക് വെർട്ടെക്സ് V1, V2, V3, V4. 4 വെർട്ടെക്സ് ഉള്ളൂ. 4x4 മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി ഇവിടെ റൂള് ഞാനൊന്ന് പറയാം. ഡയഗണൽ എലമെന്റ്സിന് D1 പോലെ തന്നെ ചേഞ്ചസ് ഒന്നും ഇല്ല. ഡയഗണൽ എലമെന്റ്സ് ആർ സെയിം ആസ് D1. അതുപോലെ തന്നെ V2 ആണ് ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് എന്നതുകൊണ്ട് V2 നിൽക്കുന്ന കോളത്തിലെ എലമെന്റ്സിനും V2 നിൽക്കുന്ന റോയിലെ എലമെന്റ്സിനും ചേഞ്ചസ് ഒന്നും ഇല്ല. ക്ലിയർ ആണോ? അതായത് D1 എന്ന മെട്രിക്സിലെ ഒരേപോലെ വരുന്നത്, അതായത് D2ലേക്ക് കിടക്കുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് V2 നിൽക്കുന്ന കോളവും റോയിലുള്ള ആരെയും അപ്ഡേറ്റ് ചെയ്യേണ്ട. അതുപോലെ ഡയഗണൽ എലമെന്റ്സ് ആ സെയിം ആസ് D1. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് പറക്കി എഴുതുക. ഓക്കെ, അപ്പോ ഇവിടെ D1ല് അതേ സെയിം, ഇപ്പൊ നമ്മളിപ്പോ D0 ഈ സെയിം ആസ് D1 എന്ന് പറഞ്ഞു. ഇനി D1ലെ കുറച്ച് എലമെന്റ്സ് D2ല് അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരാരൊക്കെയാണെന്നാണ് ഈ പറയുന്നത്. അതായത് ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഒരേപോലെ തന്നെയാണ്. അതുപോലെ V2 നിൽക്കുന്ന കോളവും റോയും സെയിം തന്നെയാണ്. അപ്പൊ ഞാൻ ആ എലമെന്റ്സ് ഒന്ന് എഴുതുവാണേ. അപ്പൊ V2 നിൽക്കുന്ന റോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 3, ഇനി ഹൈലൈറ്റ് ചെയ്തതൊക്കെ ഒന്ന് കളയാം കേട്ടോ. എന്നിട്ട് ഞാൻ ആ എലമെന്റ്സ് എഴുതാം. അപ്പൊ V2 നിൽക്കുന്നത് 3, 0, 4, ഇൻഫിനിറ്റി. 2 ചേഞ്ചസ് ഇല്ല. V2 നിൽക്കുന്ന റോയിനും ചേഞ്ചസ് ഒന്നുമില്ല. ദാറ്റ് ഇസ് ഇൻഫിനിറ്റി, 0, ഇൻഫിനിറ്റി, 2. പിന്നെ ഡയഗണൽ എലമെന്റ്സും ഒരേപോലെ തന്നെ ചേഞ്ചസ് ഒന്നുമില്ല. 0, 0 തന്നെ. അപ്പൊ ഇനി നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആരൊക്കെയാണ്? അപ്ഡേറ്റ് ചെയ്യേണ്ട എലമെന്റ്സ് ആണ് ഈ നിൽക്കുന്നത്. ദാറ്റ് ഇസ് V3, V4, കണ്ടോ, V1, V3. ഇതിനെ വിളിക്കുന്നത് V1, V3, V1, V4, V3, V1, V3, V4, V4, V1, V4, V3. 2, 4, 6 എലമെന്റ്സിനെ മാത്രം നമുക്ക് D2ലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളൂ. ഓക്കെ, വൺസ് അഗൈൻ D1 എന്ന മെട്രിക്സിലെ അതേ എലമെന്റ്സ് ഫോളോ ചെയ്യുന്നത് D2ലേക്ക് വരുമ്പോൾ ഡയഗണൽ എലമെന്റ്സ് അതുപോലെ തന്നെ വേണം. V2 എന്നുള്ളത് ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് ആണ്. ബിക്കോസ് ഐറ്ററേഷൻ K is equal to 2. K2 ആയതുകൊണ്ട് ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് നിൽക്കുന്ന റോയും കോളത്തിലെയും നമുക്ക് വീണ്ടും അപ്ഡേറ്റ് ചെയ്യേണ്ടതില്ല. ഇതൊന്നും അല്ലാത്ത ഈ പൊസിഷൻസിലുള്ള എലമെന്റ്സിനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അത് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല DK-1 IJ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തല്ലോ. അപ്പൊ നമ്മൾ D2ലെ
ഏത് എലമെന്റ്സിനെയാണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്? V1 എന്ന റോയിലെ, അതുകൊണ്ട് നമുക്ക് അവിടെ 1 എന്ന് കൊടുക്കാം. തേർഡ് കോളത്തിലെ കണ്ടോ D2 1 3 ആ ഫോർമുല എഴുതിയിരിക്കുന്നത് കണ്ടോ? D2 1 3 ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ്, ഈ പൊസിഷനിലുള്ള എലമെന്റിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർമുല മിനിമം ഓഫ് dk minus 1 അല്ലെ? അതല്ലേ ഫോർമുല? മിനിമം ഓഫ് dk minus 1 ij, dk minus 1 ik plus dk minus 1 kj. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ kക്ക് 1 കൊടുത്ത് കഴിയുമ്പോൾ k നമ്മൾ എടുത്തിരിക്കുന്നത് 2 ആണ്. ഐറ്ററേഷൻ 2 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d1 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ d2ന്റെ വാല്യൂസ് എല്ലാം എടുക്കുന്നത് d1 ൽ നിന്നാണ്. സോ d1 ij എന്ന് പറയുന്നത് 1 3 ആണ്, d1 ik, k എന്താണ്? ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് 2 ആണ്. ദാറ്റ് ഇസ് k is equal to 2 v2, ദാറ്റ് ഇസ് 2 പ്ലസ് d1 2j അല്ലെങ്കിൽ kj, j എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. ഓക്കെ, എന്നിട്ട് വാല്യൂസ് എവിടെ നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇതാ d1 നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നോക്കാം, d1ല് 1 3 പൊസിഷനിലുള്ള എലമെന്റ് എത്രയാണ്? ഫസ്റ്റ് റോയില് തേർഡ് കോളത്തിലെ എലമെന്റ് എന്ന് പറയുന്നത് 8 ആണ് അല്ലെ? സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ മിനിമം ഓഫ് 8, d1 1 2 പ്ലസ് d1 2 3. അപ്പൊ 1 2 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയില് സെക്കൻഡ് കോളത്തിലെ എലമെന്റ് 3 ആണ്. ദാറ്റ് ഇസ് 1 2 3 പ്ലസ് ആണ്, പിന്നെ സൈന് ദാറ്റ് ഇസ് 2 3. ഇന്റർമീഡിയറ്റ് ആണ് കേട്ടോ 2 വരുന്നത്, ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് ആണ്. ദാറ്റ് ഇസ് k is equal to 2 ആയതുകൊണ്ടാണ് അവിടെ അങ്ങനെ k നെ നമ്മൾ അതെടുത്തിരിക്കുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കാം. d1 2 3 എന്ന എലമെന്റ് 2 റോയിലെ തേർഡ് കോളം, ദാറ്റ് ഇസ് ഇൻഫിനിറ്റി, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഈ രണ്ട് വാല്യൂസിലെ മിനിമം വാല്യൂ ആണ് നമ്മുടെ ആൻസർ. മിനിമം ഓഫ് 8, ഇൻഫിനിറ്റി. 3 പ്ലസ് ഇൻഫിനിറ്റി is again ഇൻഫിനിറ്റി. ഇതിലെ മിനിമം 8ലും ഇൻഫിനിറ്റിയിലും ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 8 ആണ് അല്ലെ? സോ നമുക്കിവിടെ d2ല് ഈ ഒരു എലമെന്റ് അപ്ഡേറ്റ് ആയിരിക്കുന്നത് എന്താണ്? 8 എന്നാണ് അപ്ഡേറ്റ് ആയിരിക്കുന്നത്, 8. അതുപോലെ ഇനി നമുക്ക് 1 4ലെ ഈ എലമെന്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളത് ഈ ഒരു സെയിം ഫോർമുല തന്നെ d2 എന്ന മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ ഫോർത്ത് കോളത്തിലെ എലമെന്റിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല മിനിമം ഓഫ് എവിടെന്നാ കണ്ടുപിടിക്കുന്നത്? d1 ൽ നിന്ന്. 1 4 d1 1 k എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഇവിടെ 2 ആണ്, പ്ലസ് d1 2 4 2j, that is 4. So which is equal to, ഇനി നമുക്ക് d1ല് 1 4 ഫസ്റ്റ് റോയിലെ ഫോർത്ത് കോളത്തിലെ എലമെന്റ് എന്ന് പറയുന്നത് 7 ആണ്. ദാറ്റ് ഇസ് മിനിമം ഓഫ് ഇവിടെ കൊടുക്കാം. മിനിമം 7, 1 2. d1 വീണ്ടും എടുക്കാം. 1 2 ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് 3 ആണ്. ദാറ്റ് ഇസ് 3. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 പ്ലസ് d1ല് 2 4 സെക്കൻഡ് റോയിലെ ഫോർത്ത് കോളത്തിലെ എലമെന്റ്, സെക്കൻഡ് റോ ഫോർത്ത് കോളം, ദാറ്റ് ഇസ് 2. ഓക്കെ, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 പ്ലസ് 2. അത് കഴിഞ്ഞ് നോക്കാം, ഇതിലെ മിനിമം വാല്യൂ മിനിമം 7, 5. ഇതിലെ മിനിമം എന്ന് പറയുന്നത് 5 ആണ്. ഈ 5 ആയിരിക്കും നമ്മളുടെ d2 എന്ന മെട്രിക്സിലെ ഈ എൻട്രി. അതവിടെ 5 എന്ന് കൊടുത്തേക്കാം. 5. അപ്പൊ നമ്മൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്തു. ഈ ഒരു എലമെന്റ് നമുക്ക് 5 ആയിട്ട് കിട്ടി. ഇനി ഏതൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്? v3 v1, v3 v4, v4 v1, v4 v3. ഈ സെയിം റൂൾ ഉപയോഗിച്ച് നമ്മളിവിടെ എലമെന്റ്സിനെ അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. അടുത്തത് വീണ്ടും ഇനി നമുക്ക് വേണ്ടത് v3 v1 അല്ലെ? ദാറ്റ് ഇസ് d2 3 1. d2 3 1 ആണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു എലമെന്റ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഫോർമുല മിനിമം ഓഫ് d1 3 1,
D1 3k, k എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് D1 kj, that is 2 1, j എന്ന് പറയുന്നത് 1. ഇനി ഇത് നമ്മൾ D1 എന്ന മെട്രിക്സ് നോക്കിയിട്ട് ഈ വാല്യൂസ് ഇവിടെ കൊടുക്കുക, എന്നിട്ട് അതിന്റെ മിനിമം വാല്യൂ. അപ്പൊ വീണ്ടും തിരിച്ച് നമുക്ക് D1ലേക്ക് പോകണം. അപ്പൊ D1 മിനിമം ഓഫ് 3 1 3 2 2 1, ഇത്രയും വാല്യൂസ് അല്ലേ വേണ്ടത്. 3 1 എത്രയാണ്? തേർഡ് റോയിലെ ഫസ്റ്റ് കോളം, ഇൻഫിനിറ്റി. പിന്നെന്താണ് വേണ്ടത്? 3 2, that is 4. 4 plus 3 3 2 and 2 1, that is second റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ഇൻഫിനിറ്റി. അപ്പൊ ഇൻഫിനിറ്റി 4 പ്ലസ് ഇൻഫിനിറ്റി എന്ന് വരും, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻഫിനിറ്റി കോമ 4 പ്ലസ് ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് അഗെയിൻ ഇൻഫിനിറ്റി. അപ്പൊ നമുക്ക് ഇവിടെ ഈ എലമെന്റ് അപ്ഡേറ്റ് ആയിരിക്കുന്നത് ഇൻഫിനിറ്റി എന്ന് തന്നെയാണ്. അതിന് അങ്ങനെ അങ്ങ് എഴുതുക, ഇൻഫിനിറ്റി. സിമിലർലി അടുത്തത് V3 V4 അപ്ഡേറ്റ് ചെയ്യാം. D2 എന്ന മെട്രിക്സിലെ ഡിസ്റ്റൻസ് മെട്രിക്സിലെ തേർഡ് റോ ഫോർത്ത് കോളത്തിലെ ഈ എലമെന്റിനെ അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. ദ സെയിം ഫോർമുല, മിനിമം ഓഫ് D1 3 4, D1 3 2, 2 from k is equal to I2 iteration, D1 2 j, j എന്ന് പറയുന്നത് 4. ഓക്കെ, ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഫ്രം ദി അവിടെ നിന്നാണ് D1 എന്ന മെട്രിക്സിൽ നിന്ന്. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ മെട്രിക്സ് എടുത്ത് നോക്കണം. ഇൻഫിനിറ്റി കോമ 4 പ്ലസ് 2 എന്ന് വരും, അതിലെ മിനിമം 6 ആണ്. സോ അപ്ഡേറ്റ് ദിസ് എലമെന്റ് ആസ് 6. ഓക്കെ, സിമിലർലി ഈ സെയിം രണ്ട് ഫോർമുല അതുപോലെ തന്നെ ഇനി അടുത്തത് V4 V1 V4 V3 അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി 1 എന്ന് കിട്ടും. ഇതാണ് D2 എന്ന മെട്രിക്സ്. ഇതുപോലെ തന്നെ രണ്ട് മെട്രിക്സോടെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്ററേഷൻ കംപ്ലീറ്റ് ആവും. സിമിലർലി ഐറ്ററേഷൻ k is equal to 3. അപ്പം k equal to 3 ഐറ്ററേഷൻ ആണ്, തേർഡ് ഐറ്ററേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ V3 as the intermediate vertex. V3 ആണ് ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് ആയിട്ട് വരുന്നത്. നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത് D3 എന്ന മെട്രിക്സ് ആണ്. സിമിലർലി V1 V2 നമ്മുടെ 4 വെർട്ടിസസ് റോ വൈസും കോളം വൈസും ഒരു മെട്രിക്സ് പോലെ 4x4 മെട്രിക്സ് പോലെ ഇവിടെ വരയ്ക്കാം. എന്നിട്ട് ഇവിടെ ചേഞ്ച് ആവില്ലാത്ത എലമെന്റ്സിനെ ഒന്ന് നിങ്ങൾ ആ സെയിം എലമെന്റ്സിന് ഇങ്ങോട്ട് എഴുതിയിട്ടേക്ക്, അതായത് ഡയഗണൽ എലമെന്റ്സിന് ചേഞ്ചസ് ഇല്ല. പിന്നെ നമുക്കിവിടെ ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത് V3 ആണ്, അതായത് k is equal to 3 ആയതുകൊണ്ട് ഐറ്ററേഷൻ മാറി. അപ്പൊ V3 നിൽക്കുന്ന കോളത്തിനും റോയ്ക്കും എന്തെല്ലാം ചേഞ്ചസ് ഇല്ല. V2ലെ അതേ എലമെന്റ്സ് നമ്മൾ ഇങ്ങോട്ടേക്ക് റിപ്പീറ്റ് ചെയ്യും. V2ലെ ഡയഗണൽ എലമെന്റ്സ് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യും. അതുപോലെ V3യുടെ കോളത്തിലെ എലമെന്റ്സും റോയിലെ എലമെന്റ്സും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും. അതങ്ങ് അങ്ങനെ തന്നെ അങ്ങ് എഴുതിയേക്കാം. ദാറ്റ് ഈസ് ഇവിടെ വരുമ്പോ ഡയഗണൽ എലമെന്റ്സ് അത് എഴുതാം. എന്താ വരിക? 0 0 0 0. ഈ V3 നിൽക്കുന്ന കോളത്തിൽ ചേഞ്ച് ഇല്ല, ദാറ്റ് ഈസ് 8 ഇൻഫിനിറ്റി 0 1. റോയ്സ് V3 നിൽക്കുന്ന റോ ഈ റോയാണ് V3 നിൽക്കുന്ന റോ, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി 4 0 6. ചേഞ്ചസ് ഇല്ല. ഇനി അപ്ഡേറ്റ് ചെയ്യാനുള്ളത്, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള എലമെന്റ്സ് ഇതാണ്. ഈ എലമെന്റ്സിനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. V1 V2 V1 V4 V2 V1 V2 V4 V4 V1 V4 V2 6 എലമെന്റ്സ് അപ്ഡേറ്റ് ചെയ്യണം. ഈ 6 എലമെന്റ്സ് അപ്ഡേറ്റ് ചെയ്ത് അതായത് നമ്മുടെ ഫോർമുല എന്താണ്? ഫോർമുല D3യിലെ ഫസ്റ്റ് റോയിലെ
സെക്കൻഡ് കോളത്തിലെ എലമെന്റ്സ് D3 1 2 ആണ് ഈ കാണുന്നത്. D1 D2 കണ്ടോ? D3 1 2 അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല മിനിമം ഓഫ് dk മൈനസ് 1 k is equal to 3 3 minus 1 2 D2 എന്ന മെട്രിക്സ് ആണ് നമ്മളിവിടെ എടുക്കുക. കോമ D2 ഇന്റർമീഡിയറ്റ് എന്ത് വരും? k is equal to 3 1 3 plus D2 3 j എന്താണ് 2. സെയിം ഐറ്ററേഷൻസ് തന്നെയാണ്. ഈ സെയിം ഐറ്ററേഷൻസ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് മിനിമം വാല്യൂ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് ഈ 4 വരെയുള്ള ഫൈനൽ മെട്രിക്സിലേക്ക് എത്താം. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു മിനിമം ഓഫ്, ഞാൻ അതൊന്ന് അതിന്റെ വാല്യൂസ് ഇവിടെ എഴുതാം. D2 1 2 എന്ന് പറയുന്നത് എലമെന്റ് 3 ആണ്. ദാറ്റ് ഈസ് 8 plus 4 എന്ന് വരും, which is equal to 3. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. D2 1 2 ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്, ദാറ്റ് ഇസ് 3. ഇതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് 3. അടുത്തത് D2 1 3 ആൻഡ് 3 2. 1 3 8 ആണ്. പിന്നെ 3 2 എന്ന് പറയുന്നത് തേർഡ് റോയുടെ സെക്കൻഡ് കോളത്തിലെ, ദാറ്റ് ഇസ് 4. ഓക്കെ, 8 plus 4 എന്ന് വരും. കണ്ടോ? 3, 8 plus 4. 3യും 12ലും മിനിമം 3 ആണ്. സോ അപ്ഡേറ്റ് ദ എലമെന്റ് ആസ് 3. അപ്പൊ ഇവിടെ 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ അടുത്ത ഈ സെയിം ഫോർമുല ഉപയോഗിച്ച് ഈ എലമെന്റ് അങ്ങനെ കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഫൈനലി ഇവിടെ നമുക്ക് 5 എന്ന് അപ്ഡേറ്റ് ചെയ്ത് കിട്ടും. ഇവിടെ ഇൻഫിനിറ്റി തന്നെ, ഇവിടെ 2. ഈ എലമെന്റ്സ് കാണുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. അപ്പൊ നമുക്ക് D3 ഇങ്ങനെയാണ് അപ്ഡേറ്റ് ആയി കിട്ടുന്നത്. D3 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത iteration k is equal to 4. നമുക്ക് ഇവിടെ നമ്പർ ഓഫ് വെർട്ടെക്സ് 4 ആണ്. അതിനുവേണ്ടി നമ്മുടെ മെട്രിക്സിലേക്ക് നോക്കാം, സോറി നമ്മുടെ ഗ്രാഫിലേക്ക് നോക്കാം. 4 വെർട്ടെക്സ് ആണുള്ളത്, അതുകൊണ്ട് 4 ഐറ്ററേഷൻസ് ആണ്. നാലാമത്തെ ഐറ്ററേഷനിൽ, അതായത് നാലാമത്തെ വെർട്ടെക്സ് അല്ലെങ്കിൽ k is equal to 4 നമ്മുടെ ഫൈനൽ ഡിസ്റ്റൻസ് മെട്രിക്സ് ആണ്. ആ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അൽഗോരിതം നിർത്താം. അപ്പൊ k is equal to 4 ആയതുകൊണ്ട് തന്നെ V4 as the intermediate vertex. Okay. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ V4 k is equal to 4ലേക്ക് വരുമ്പോൾ ചേഞ്ച് ആവാത്തത്, ആസ് സിമിലർലി ഡയഗണൽ എലമെന്റ്സ് ചേഞ്ച് ആവില്ല. അതുപോലെ ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് V4 നിൽക്കുന്ന കോളവും റോസിലെ എലമെന്റ്സും അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതായത് D3 എങ്ങനെയാണോ അത് അതുപോലെ തന്നെ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ അത് അങ്ങനെ തന്നെ എടുത്തെഴുതുക. ഈ 5 2 6 0 അങ്ങനെ തന്നെ ഇങ്ങോട്ടേക്ക് കൊടുത്തേക്കാം. ദാറ്റ് ഇസ് 5 2. ഇവർ ചേഞ്ച് ഇല്ലാത്തവരാണ്, കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഡയഗണൽ എലമെന്റ്സിനും ചേഞ്ച് ഇല്ല. ഓക്കെ, പിന്നെ ആരാണ് ലാസ്റ്റ് റോയ്ക്കും ചേഞ്ച് ഇല്ല, ദാറ്റ് ഇസ് ഇൻഫിനിറ്റി 5 1 0. അതും കൊടുത്തേക്കാം. ഓക്കെ, ഇവർ ചേഞ്ച് ഇല്ലാത്തതാണ്. ഇനി നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ എലമെന്റ്സ് ആണെന്നുള്ളത് അവിടെ നോക്കിയൊന്ന് മാർക്ക് ചെയ്യാനുള്ളൂ. ഈ ഒരു പൊസിഷനിലുള്ള ഈ ഒരു എലമെന്റ്, ദാറ്റ് ഇസ് V1 V2 V1 V3 V2 V1 V2 V3 V3 V1 V3 V2. ഈ 6 എലമെന്റ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. അപ്ഡേറ്റ് ചെയ്യുന്ന ഫോർമുല D4 എന്ന ഡിസ്റ്റൻസ് മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് റോയിലെ എലമെന്റ് ആണ്. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ആ എലമെന്റിനെയാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. യൂസ് ചെയ്യുന്ന ഫോർമുല minimum of dk minus 1. K is equal to 4 4 minus 1, that is D3 1 2 ij comma D3 ik, that is 1 4 plus D3 kj 4 2.
which is equal to minimum of ഇനി ഡിസ്റ്റൻസ് മെട്രിക്സ് D3യിൽ നിന്ന് ഇതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മെട്രിക്സ് നോക്കി വാല്യൂസ് എഴുതുക. നമുക്ക് വാല്യൂസ് 3, 5 + 5 എന്ന് കിട്ടും. അതിൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. സോ അപ്ഡേറ്റ് ഇറ്റ് വിത്ത് 3. അങ്ങനെ ബാക്കിയുള്ള എലമെന്റ്സ് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3, 6, ഇൻഫിനിറ്റി 3. ഇത് സെയിം പ്രോസസ് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. ഈ സെയിം ഫോർമുല തന്നെ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഈ അപ്ഡേറ്റ് ചെയ്യുന്നത്. D3 നോക്കിയിട്ടാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതാണ് ഫൈനൽ മെട്രിക്സ്. ഈ ഫൈനൽ മെട്രിക്സിലെ ഓരോ V1ൽ നിന്ന് V1ലേക്കുള്ള ഡിസ്റ്റൻസ് 0, V1ൽ നിന്ന് V2ലേക്കുള്ള ഡിസ്റ്റൻസ് 3, V1ൽ നിന്ന് V3ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫ്ലോയ്ഡ് വാർഷൽ അൽഗോരിതത്തിൽ ചോദിച്ചിരിക്കുന്നത്. Therefore എടുത്തെഴുതുക, ഡിസ്റ്റൻസ് ഫ്രം V1 to V3 is equal to 6. അതുപോലെ V1 നമുക്ക് അല്ലാത്തയും വെർട്ടിസസിന്റെ കിട്ടും. V4ൽ നിന്ന് V3ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ആണ്. അത് വേണമെങ്കിൽ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ V1ൽ നിന്ന് V3ലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ഗ്രാഫിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് V1ൽ നിന്ന് V3ലേക്ക് ഡയറക്റ്റ് എഡ്ജ് 8 ഉണ്ട്. പിന്നെ ഇങ്ങനെ നോക്കുക, പാത്ത് നോക്ക്, V1, V2, V4, V3. V1ൽ നിന്ന് V2ലേക്ക് 3, V2ൽ നിന്ന് V4ലേക്ക് 2, V4ൽ നിന്ന് V3ലേക്ക് 1. 3 + 2 + 1 that is equal to 6. ഇതാണ് ഇവിടുത്തെ ഷോർട്ടസ്റ്റ് പാത്ത് നമ്മൾ ഈ അൽഗോരിതം ഉപയോഗിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് ഇത് ഒരു ചെറിയൊരു മോഡലാണ്. ഇതിന്റെ സോഫ്റ്റ്വെയർ ആണ് ഈ ഗൂഗിൾ മാപ്സ് പോലെയുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്. ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഗ്രാഫ് തിയറിയുടെ അൽഗോരിതംസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ഏറ്റവും കുറവ് വെർട്ടിസസ് ആണല്ലോ പറ്റുള്ളൂ. ഒരുപാട് വന്നു കഴിഞ്ഞാൽ നമുക്കും ഐറ്ററേഷൻസ് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഒരുപാട് സമയം വേണം. അപ്പൊ ഇത്തരം ചെറിയ പ്രോബ്ലംസിൽ നിന്ന് നമുക്ക് സൊല്യൂഷൻസ് കിട്ടുന്നത് അല്ലാതെ തന്നെ നോക്കിയാൽ കിട്ടുമല്ലോ എന്നുള്ളൊരു തോന്നും. പക്ഷെ നമുക്ക് ഐറ്ററേഷൻസ് ഉപയോഗിച്ച് പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അല്ലാണ്ട് തന്നെ V1ൽ നിന്ന് V3ലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്തിൽ നമുക്ക് കിട്ടും അല്ലെ. ഒരുപാട് ഷോർട്ടസ്റ്റ് ഉണ്ട്. V1 to V4 to V3 7, 1 ഉണ്ട്, ഡയറക്റ്റ് ഉണ്ട്, ഇങ്ങനെയുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് അൽഗോരിതം ഉപയോഗിച്ച് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് വരുന്നത് 6 ലെങ്ത് ആണ് വരുന്നത്. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിന്റെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻസ് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നോട്ടിൽ 2 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, ചെയ്ത് നോക്കാം.